എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2 ഐറ്റംസാണ്. ഒന്ന് 290 വരുന്ന നൈറ്റി മെറ്റീരിയൽസും പിന്നെ കുറച്ച് കോട്ടൺ ഷോൾസും ഉണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ സീസണൊക്കെ ആയി തുടങ്ങി. അപ്പം ഒരുപാട് ഒരു ഷോൾസിനൊക്കെ എൻക്വയറി ഉണ്ട്. നമ്മുടെ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ പുതിയ ഐറ്റംസൊക്കെ വന്നു. അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഓർത്തു. 2 വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തേൽ സമയമില്ല. പിന്നെ എന്താ പറയുക, 2 വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് ചെറിയ ഷോർട്ടായി പോകും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒന്ന് ഒരുമിച്ച് ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ മെറ്റീരിയൽ രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെ അൻമോൾ ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽസ് ആണോ. ഇഷ്ടം നല്ല അടിപൊളി മിക്സ് ആൻഡ് മാച്ചൊക്കെ ഉണ്ട്. അപ്പം വീഡിയോ ഒക്കെ എല്ലാവരും മൊത്തമായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഐറ്റംസ് വേണ്ടവർ പർച്ചേസ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. നൈറ്റി മെറ്റീരിയലിൻ്റെ റേറ്റാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ആ റേറ്റ് കിട്ടാൻ നിങ്ങൾ മിനിമം 10 പീസിനുള്ള ക്വാണ്ടിറ്റി മീറ്റ് ചെയ്യണം. അത് ഹോൾസെയിൽ പ്രൈസാണ് പറഞ്ഞത്, 143 പ്ലസ് GST. പിന്നെ റീറ്റെയിലായിട്ട് ഇത് അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റീരിയൽ വേണ്ടവർ വാട്സാപ്പിൽ നിൽക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എന്ത് ഡിസൈനാണ് സ്റ്റോക്കിലുള്ളത് അത് നിങ്ങൾക്ക് അയച്ചു തരും. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ റിട്ടേൺ അയച്ചു കൊടുത്താൽ മതി. റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൽ നിൽക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക, ഡിസൈൻസ് മേടിക്കുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. ആ ടൈമിൻ്റെ ഇടയ്ക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. തിങ്കൾ മുതൽ ശനി വരെയാണ് വർക്കിൻ്റെ. ഞായറാഴ്ചകളിലെ അവധിയാണ്. നൈറ്റി മെറ്റീരിയൽ ഈ ഡിസൈൻ മാത്രമല്ല കേട്ടോ നമുക്ക് സ്റ്റോക്കിലുള്ളത്, വേറെയും കുറേ ഡിസൈൻസൊക്കെ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഓർക്കും ഇത് മാത്രമാണ് സ്റ്റോക്ക് എന്നുള്ളത്. അല്ല, നമ്മുടെ ഡിസൈൻസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. എല്ലാ ഡിസൈൻസും അയച്ചു തരും. സ്റ്റോക്കിൽ എന്തുണ്ട് അത് മൊത്തത്തിൽ അയച്ചു തരും കേട്ടോ. നമ്മൾ ഈ വീഡിയോ ചെയ്യേണ്ട ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയത് വന്നതൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടാന്ന് ഓർത്തതാണ് വീഡിയോ റെഗുലറായിട്ട്. പക്ഷെ നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ചെയ്യുക, പുതിയത് കുറേ പേര് കാണുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മളെ വീഡിയോ വീണ്ടും ചെയ്തു പോകാനാണ്. ആ പറഞ്ഞതിൽ അർത്ഥം ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനലിറ്റിക്സ് നോക്കുമ്പോൾ നമ്മുടെ വ്യൂസിൽ ഏകദേശം ഒരു 50% പുതിയ വ്യൂവേഴ്സാണ്. അപ്പോൾ അതിനകത്ത് കുറേ ടേൺ ഔട്ട് കസ്റ്റമേഴ്സായിട്ട് നമുക്ക് വരുന്നുമുണ്ട്. ഇതിൻ്റെ വില GST ഉൾപ്പെടെ ഏകദേശം ഒരു 150 രൂപയുടെ അടുത്ത് വരും കേട്ടോ. 5% GST ചാർജ് ചെയ്യുന്നത്. അപ്പോൾ GST ഇൻക്ലൂഡ് ആയി നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 150 രൂപയുടെ അടുത്തേക്ക് റേറ്റ് വ്യത്യാസം വരും. 290 മെറ്റീരിയൽസ് അല്ലാണ്ട് തന്നെ നമുക്ക് ആൽഫൈൻ സ്റ്റോക്ക് ഉണ്ട്. അജ്രക്ക് കുറച്ച് പീസാണ് സ്റ്റോക്കുള്ളൂ. 1-2 ദിവസത്തിനുള്ള അപ്ഡേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. 320 സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അണ്ടർസ്കേർഡ് സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം കോട്ടൺ ഷോളുകളുണ്ട്. ഷോളുകളുടെ ഡേയ്സ് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഈ വീഡിയോ കാണിക്കുന്ന ഡിസൈൻ അല്ലാണ്ടും വേറെ ഡിസൈൻസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്ത സീസൺ ആവാൻ പോവുകയാണ്. അപ്പോൾ സീസണനുബന്ധിച്ച് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഇപ്പോഴേ പർച്ചേസ് ചെയ്ത് തുടങ്ങുക എന്നാണ് നമ്മുടെ ഒരു ടിപ്പ്. നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ടിപ്പായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഐറ്റംസ് ഇപ്പം നമ്മൾ ഈ മാസം ആദ്യം മുതൽ നമ്മൾ ഈ സീസൺ പ്രമാണിച്ചുള്ള ഐറ്റംസാണ് ഇനി മുതൽ വന്നതെന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഐറ്റംസാണ് ഇനി മൊത്തത്തിൽ കയറാൻ പോകുന്നത്. അപ്പോൾ നൈറ്റ് ഉദ്ദേശങ്ങളൊക്കെ ഇഷ്ടം പോലെ വരാനുണ്ട്. നല്ല നല്ല ഡിസൈൻസ് ഒക്കെ അപ്ഡേറ്റ് ആകും വരും ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ സീസൺ ആയി കഴിഞ്ഞാൽ തിരക്കാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിടില്ല. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിലുള്ളവർ ഗ്രൂപ്പിൽ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ഫോട്ടോസ് ചോദിച്ചാൽ മതി. സ്റ്റോക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ആണെന്നനുസരിച്ച് ഫോട്ടോസ് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ബണ്ടിൽ ബെയിലൊക്കെ ആയിട്ട് വേണ്ടവർ നമ്മുടെ ചോദിച്ചാൽ മതി, അത് നമ്മൾ ചെയ്തു തരാം. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, ചോദിക്കുക കേട്ടോ. ഇവിടെ വരെയാണ് മെറ്റീരിയൽസ് കാണിക്കുന്നത്. ഇനി മുതൽ കാണിക്കുന്നത് ഷോളുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി നല്ല ഹയർ ക്വാളിറ്റിയിലേക്ക് വരുന്ന ഐറ്റമാണ്. ഇപ്പോൾ റേറ്റ് കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെഷർമെൻറ്റിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് വരുള്ളൂ. അതിനകത്ത് ക്വാളിറ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ കാര്യത്തിലോ ഒന്നും അങ്ങനെ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. എല്ലാ ഐറ്റംസ് ഇതുപോലെ 6 പീസിൻ്റെ പാക്ക് അല്ലെങ്കിൽ 5 പീസിൻ്റെ പാക്ക് അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ അത് പാക്കറ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുള്ളൂ. അല്ലാതെ അതിനകത്ത് ടിക്കറ്റ് അയക്കുക അല്ലെങ്കിൽ അതിനകത്ത് 2 ഇതിനകത്ത് 2 അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻസിൻ്റെ ഫോട്ടോ നമ്മൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ മനസ്സിലാവില്ല നമുക്കറിയാം. പക്ഷേ ഇതൊരു ഐറ്റം പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോവുക, ഏറ്റവും ചെറിയ രീതിക്ക് വീഡിയോ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളത് മെസ്സേജ് ചെയ്താൽ മതി, നമ്മളത് അയച്ചു തരാം. ഷോൾ എടുക്കുമ്പോൾ മിനിമം 2 പാക്കറ്റ് എടുത്തിരിക്കണം. അതായത് ഇപ്പോൾ ഒരു 6 പീസിൻ്റെ പാക്ക് ആണെങ്കിൽ അതിൻ്റെ തന്നെയല്ല, അടുത്ത ഡിസൈൻ്റെ ഏതിൻ്റെ ആണെങ്കിലും ഒരു പാക്കോടെ എടുക്കണം. മിനിമം 2 പാക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിവിടെ നിന്ന് അയക്കുകയുള്ളൂ. അത് കൊറിയർ അവർ അക്സെപ്റ്റ് ചെയ്യില്ല ഈ നമ്മളെ ഒരു കോൺട്രാക്ട് പ്രകാരം. അത് കാരണമാണ് നമ്മളത് മിനിമം 2 പാക്കറ്റ് എന്നുള്ള ക്വാണ്ടിറ്റി പറഞ്ഞേക്കണത്. പിന്നെ നിങ്ങൾ 10 പീസ് മെറ്റീരിയൽ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 പീസ് ഷോളും അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതിനൊന്നും യാതൊരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യ പോസ്റ്റ് കൊറിയർ പാഴ്സൽ സർവീസ് ഇത് 3 വഴിയാണ് നമ്മൾ ഐറ്റംസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും പാഴ്സൽ സർവീസാണ്. പിന്നെ ഹോം ഡെലിവറി വേണം, അല്ലെങ്കിൽ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ അങ്ങോട്ടൊക്കെ ഉള്ളവർ, ഔട്ട്സൈഡ് കേരള ചെറിയ നമ്പേഴ്സ് ചെയ്യുന്നവർ അങ്ങനെയൊക്കെയാണെങ്കിൽ മാത്രം ഇന്ത്യ പോസ്റ്റ് നിങ്ങൾ ബില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ കൊറിയർ അല്ലെങ്കിൽ പാഴ്സൽ സർവീസിന് ഒപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും പറയുള്ളൂ. പിന്നെ ലക്ഷദ്വീപ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ നിന്ന് അയക്കുന്ന ഐറ്റംസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ വിളിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്.
അപ്പോൾ അത് നിങ്ങൾക്ക് ഐറ്റം കിട്ടിയിട്ടില്ല, ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഐറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ ചെന്ന് ചോദിക്കുക. അവിടെ മിക്കവാറും ഒരു 99% ഐറ്റംസ് അവിടെ ഉണ്ടാവാറുണ്ട്, അവർ വിളിക്കാത്തതാണ്. അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പം ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് പേരെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം പിന്നെ ഇത് ബില്ലിങ്ങിൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സ് അയച്ചു തരിക. അഡ്രസ്സ് അയച്ചു കഴിഞ്ഞിട്ട് ഇന്ത്യ പോസ്റ്റാണോ കൊറിയറാണോ എന്നുള്ളതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം. അത് മെൻഷൻ ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് സെയിൽ ഓർഡർ കിട്ടുന്നത്. സെയിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ, ഈ 2 രീതിക്കും പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ നിന്ന് ഐറ്റം ഡിസ്പാച്ച് ചെയ്യുന്നത് കേട്ടോ. കുറച്ചധികം നാളായി നമ്മൾ ഇത്ര അധികം ലെങ്ത്തുള്ള വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ മൊത്തത്തിൽ കാണാൻ ശ്രദ്ധിക്കുക. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരും മെസ്സേജ് ചെയ്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചിലരുണ്ട് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് മിസ് കോൾ അടിക്കുന്നത്, അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ നമുക്കത് വർക്കിങ്ങിന് കുറച്ചധികം ബാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യം ഒന്ന് എടുത്തു പറയുന്നത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യും. റെസ്പോണ്ട് ചെയ്യാണ്ട് ആരുടെ മെസ്സേജിന് പോകാറില്ല, എല്ലാവരുടെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്താ ഐറ്റം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസ് വയ്ക്കുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പുതിയ വീഡിയോയും പുതിയ ഐറ്റംസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.